നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ പുതിയൊരു സീരീസ് ആരംഭിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഇന്ത്യയുടെ കളികളൊക്കെ കഴിയുമ്പോൾ റിവ്യൂ ഒക്കെ ചെയ്യാറുണ്ട്. ഇന്ന് നമ്മുടെ കൂടെ ഷിഹാബ് സാർ കൂടി ഉണ്ടാവും. അപ്പം കളി കൃത്യമായിട്ട് നിരീക്ഷിക്കാനും വിലയിരുത്താനും ഒക്കെ ഷിഹാബ് സാർ എത്തിയിട്ടുണ്ട്. വെൽക്കം ഷിഹാബ് സാർ. അപ്പം നമ്മൾ T20 അമ്പെ പരാജയപ്പെട്ടു. ലോകചാമ്പ്യന്മാരാണ്, പക്ഷേ T20 പരാജയമായിരുന്നു. ഇപ്പോൾ അയർലൻഡ് പോയപ്പോഴും തോറ്റു, ഇംഗ്ലണ്ടിൽ വന്നിട്ടും തോറ്റു. ഇംഗ്ലണ്ട് നമ്പർ 1 സ്പോട്ട് T20 അവർ പിടിച്ചെടുക്കുകയും ചെയ്തു. 4 കൊല്ലത്തിന് ശേഷമാണ് ഇന്ത്യക്ക് T20 ഒന്നാം സ്ഥാനം നഷ്ടമാകുന്നത്. പോട്ടെ, ഇനിയിപ്പം ഏകദിന വേൾഡ് കപ്പിനുള്ള പ്രിപ്പറേഷനാണ്. അതിനുള്ള തുടക്കമാണ് ഇപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇന്നലെ എജ്ബാസ്റ്റനിലൊരു ഗംഭീര വിജയം. ഇത് ഒരു വേൾഡ് കപ്പിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഈ ഒരു പരമ്പര മാറ്റാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. സൗത്ത് ആഫ്രിക്കയിലാണ് വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. ഒരു പക്ഷേ ഒരു നല്ലൊരു തുടക്കം എന്ന രീതിയിലാണ് ഇംഗ്ലണ്ടിൽ തന്നെയുള്ള അതിനുള്ളൊരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സീരീസിലേക്ക് വന്നിട്ടുള്ളത്. കാരണം സമാനമായിട്ടുള്ള ഏകദേശം വേഗതയുള്ള പച്ചപ്പുള്ള പിച്ചുകളാണ് ഇംഗ്ലണ്ടിലുള്ളത് എന്നുള്ളതാണ്. പിന്നെ നമ്മളിപ്പോൾ 2020 ഒന്നും കൂടി യങ്ങറായിട്ടുള്ള ടീമായിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ ഇൻഎക്സ്പീരിയൻസ് ഒരു ഘടകമായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് 2-0, 4-0 എന്ന് പറയുന്ന അമ്പെ ഒരു ലോപ്പ് സൈഡർ ആയിട്ടുള്ള പരാജയത്തിലേക്ക് അങ്ങോട്ട് പോയത് എന്നുള്ളതാണ്. പക്ഷെ പിന്നെ ഇപ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള, പക്ഷെ കുറച്ച് മുമ്പ് കളിച്ചതാണെങ്കിൽ പോലും കോഹ്ലി, രോഹിത് ശർമ്മയൊക്കെ വീണ്ടും വന്നിരിക്കുന്നു. ഒന്നുകൂടി നല്ല രീതിയിലുള്ള പ്ലേയേഴ്സ്, അതേപോലെ ശുഭ്മാൻ ഗില്ല് ഒക്കെ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് അപ്പോൾ ചില സുഹൃത്തുക്കളുടെ ഒക്കെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. അനിയന്മാരെ പഞ്ഞിക്കിട്ട് ചോദിക്കാൻ ചേട്ടന്മാരെത്തിയിരിക്കുന്നു എന്ന തരത്തിൽ. ഏകദിനത്തിൽ നമുക്ക് ടീം എന്തായാലും കോഹ്ലിയും രോഹിത്തും നമ്മുടെ ഒരു അസറ്റ് തന്നെയാണ്. അവരുടെ എക്സ്പീരിയൻസ് ടീമിന് ഗുണം ചെയ്യും. ഇന്നലെ ബാറ്റ് കൊണ്ട് അത്രത്തോളം പെർഫോം ചെയ്തോ എന്നുള്ളത് മറ്റൊരു ചോദ്യവുമാണ്. നമ്മൾ ഈ കളിയിലേക്ക് വരികയാണെങ്കിൽ ഇംഗ്ലണ്ട് 258 ഓൾ ഔട്ടായി. ഇംഗ്ലണ്ട് ഒരു ബിലോ പാർ പെർഫോമൻസ് അല്ലേ ഇപ്പോൾ ഏകദിനത്തിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്? ഇംഗ്ലണ്ടിൻ്റെ ഒരു റെക്കോർഡ് നോക്കുകയാണെന്നെങ്കിൽ ഇപ്പോൾ 2025 അവിടുന്ന് അങ്ങോട്ടുള്ള കളിച്ചിട്ടുള്ള 19 ODIs അവർ കളിച്ചിട്ടുണ്ട്. ഈ ODIസിൽ 13 അവർ പരാജയമാണ്. 13 പരാജയം. അത് മാത്രമല്ല, അപ്പോൾ അതിൽ തന്നെ നമ്മളിപ്പോൾ ഇന്നലെ ടോസ് കിട്ടിയപ്പോൾ ഇംഗ്ലണ്ട് ആദ്യം ബാറ്റ് ചെയ്യുക ചെയ്തത്. അപ്പോൾ അവർ 12 തവണ അവർ ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 8 പരാജയപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഈ ഒരു കാലയളവിൽ ഇതാണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ബാറ്റ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഒരു സ്കോർ അല്ലെങ്കിൽ നല്ലൊരു ടാർഗറ്റ് ഒപ്പണൻസിന് കൊടുക്കാൻ ഇംഗ്ലണ്ട് പലപ്പോഴും പരാജയപ്പെടുന്നുള്ളതാണ്. ഇപ്പോഴൊരു കൺവെൻഷനലായ രീതിയിലുള്ള സ്കോർ മാത്രമാണ് ഇപ്പോൾ പലപ്പോഴും ഫസ്റ്റ് ബാറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലണ്ടിന് പറ്റുന്നതെന്നുള്ളതാണ്. ഇടക്കാലത്ത് അതൊക്കെ ഒന്ന് മാറ്റാൻ അവർക്ക് പറ്റിയിരുന്നു. വീണ്ടും ആ ഒരു പ്രശ്നങ്ങളിലേക്ക് അവർ പോകുന്ന ഒരു കാഴ്ചയാണ്. അതോടൊപ്പം തന്നെ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ജോ റൂട്ടിൻ്റെ ഒരു ഇന്നിങ്സ് കൂടി ഇല്ലായിരുന്നെങ്കിൽ ഒരു ഘട്ടത്തിൽ 80-5 100 കടന്ന ഉടനെ 6ാമത്തെ വിക്കറ്റും പോയി. അവർ അങ്ങനെ മുടന്തി നിന്നപ്പോൾ ജോ റൂട്ടും ലിയാൻ ഡോസനും ചേർന്നുള്ളൊരു ചെറുത്തുനിൽപ്പാണ് അവരെ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ചെറുത്തുനിൽപ്പ് നമ്മൾ കൈയടിക്കണം. ഇന്ത്യക്ക് പക്ഷേ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു 150 ഒക്കെ ഓൾ ഔട്ട് ആക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൈവിടുകയും ചെയ്തില്ലേ? ഷുവർ. 60 റൺസ് വന്നപ്പോൾ ഇംഗ്ലണ്ടിന് ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. 20 റൺസിനുള്ളിൽ അകത്താണ് 5 വിക്കറ്റ് പോയത്. 80-5. പിന്നെ അതേപോലെ തന്നെ പെട്ടെന്ന് 107 റൺസിന് 6 വിക്കറ്റ്. ആ രീതിയിലായിരുന്നു. തീർച്ചയായിട്ടും നമുക്കൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, പിടിമുറുക്കിയിരുന്നെങ്കിൽ 150-നുള്ളിലേക്ക് ഓൾ ഔട്ട് ആവുന്ന കരുതുന്ന ടൈം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയാണ് ജോ റൂട്ടിൻ്റെ എക്സ്പീരിയൻസ്. ജോ റൂട്ടും ഡോസണും തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഏകദേശം 121 റൺസ് 228 അവിടെ അവർ പിരിയുന്നത്. ആ ഒരു ഇതാണ് ആക്ച്വലി നമ്മളൊരു ഡീസൻ്റ് ആയിട്ടുള്ള സ്കോറിലെങ്കിലും അവരെ എത്തിച്ചതെന്നുള്ളതാണ്. അതിൽ ഒരു കാര്യമുള്ളത്, ജോ റൂട്ട് തന്നെ 7 റൺസിനൊക്കെ പുറത്താവേണ്ടായിരുന്ന അവസരം നമുക്ക് മുതലെടുക്കാൻ പറ്റാതെ പോയതാണ്. എനിവേ 258 ഒരു ബിലോ പാർ സ്കോറായിരുന്നു. പ്രത്യേകിച്ച് എജ്ബാസ്റ്റനിലെ സമ്മറിൽ കഴിഞ്ഞ തവണ ഗില്ല് പൊളിച്ചടുക്കിയതാണ് ടെസ്റ്റിൽ. ഇത്തവണ അദ്ദേഹം അത് വീണ്ടും ഏകദിനത്തിലും അതുപോലെയുള്ള ഒരു പെർഫോമൻസുമായിട്ട് പോയിക്കൊണ്ടിരിക്കവേ ആ ഒരു ക്രാമ്പൊക്കെ വന്ന് റിട്ടയർഡായിട്ടാണ് വന്നത്. ഇപ്പം കോഹ്ലി, രോഹിത്, ഞാൻ അവരിലേക്കാണ് വരുന്നത്. അപ്പം രോഹിത്തിൻ്റെ ഇന്നലത്തെ ഒരു സ്കോർ എന്ന് പറയുന്നത് അദ്ദേഹം 21 പന്തിൽ നിന്ന് 11 റൺസാണ് അടിച്ചത്. കോഹ്ലി 6 പന്തിൽ നിന്ന് 5 റൺസ്. ഇപ്പം കോഹ്ലിയൊക്കെ പറഞ്ഞാൽ ജോഫ്രെ ആർച്ചർ സെറ്റ് ചെയ്ത് ഔട്ടാക്കിയ പോലെയാണ്. അതായത് അതിന് തൊട്ടുമ്പത്തെ ബോൾ ഷോർട്ട് ബോളാണ്, അദ്ദേഹം ബൗണ്ടറി അടിക്കുന്നുണ്ട്. അടുത്ത ബോൾ ഫുള്ളർ ലെങ്ത്താണ് അറിയുന്നത്. കോഹ്ലി അത് എക്സ്പെക്റ്റ് ചെയ്യുന്നേ ഇല്ല. അദ്ദേഹം അങ്ങനെ എഡ്ജ് ചെയ്തിട്ടില്ല. അത് LBW ചെയ്തത്. അദ്ദേഹം ഇങ്ങനെ കളിക്കാൻ വേണ്ടി ശ്രമിച്ചു. അദ്ദേഹത്തിന് കാര്യങ്ങൾ കൈവിട്ടു പോയി. LBWയിൽ കുരുങ്ങി. അത് വളരെ പ്ലമ്മായിരുന്നു. അത് ഈവൻ റിവ്യൂവിന് പോലും അദ്ദേഹം ശ്രമിച്ചുമില്ല. സെറ്റ് ചെയ്ത് ഔട്ടാക്കി. ക്രോസ് ബാറ്റിംഗ് ആണ് ചെയ്തത്. അപ്പം സെറ്റ് ചെയ്ത് ഔട്ടാക്കി. എൻ്റെ ചോദ്യം ഇതാണ്,
ഈ 2 പേര് അടുത്ത വേൾഡ് കപ്പും കൂടി കളിച്ചിട്ടേ വിരമിക്കൂ എന്നുള്ളതാണ് ഇപ്പം നമ്മൾ കരുതുന്നത്. അത്രയൊക്കെ 2027 ഒരു പകുതിയും കഴിഞ്ഞിട്ടാണ് വേൾഡ് കപ്പ്. അത്രയൊക്കെ ഇവർ ഇങ്ങനെ തുടർന്ന് പോകുമോ എന്നുള്ളതാണ്. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഗോഡ് ഡിബേറ്റിൽ നിൽക്കുന്ന പ്ലേയേഴ്സാണ് ഈ പറയുന്ന ആളുകളൊക്കെ. അതെ. ധോണി ആണെങ്കിലും സച്ചിൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതേപോലെ നമ്മൾ പറയുന്ന അതിനുശേഷമുള്ള ജനറേഷനിൽ പറയുകയാണെങ്കിൽ ധോണി, കോഹ്ലി, അതേപോലെ തന്നെ രോഹിത് ശർമ്മ, ഈ പ്ലേയേഴ്സൊക്കെ എന്ന് പറയുന്നത് അവിടെ ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് വിലമതിക്കാൻ പറ്റാത്തതാണ്. കോഹ്ലി ഒരു മത്സരമൊക്കെ വൺ ഡേയിൽ എസ്പെഷ്യലി ഇതൊക്കെ നമുക്ക് ചേസിങ്ങിലാണെന്നെങ്കിൽ എസ്പെഷ്യലി എന്താണ് ഒന്നുകൂടി ത്രൈവ് ചെയ്യല്, കോഹ്ലി ത്രൈവ് ചെയ്യുന്നതുകൂടി ചേസിങ്ങിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. രോഹിത് ശർമ്മ എന്ന് പറയുന്ന ഒരു മാസ്റ്റർ ബാറ്റ്സ്മാനാണ് നമ്മൾ സ്ട്രോക്ക് പ്ലേയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് അടുത്ത വേൾഡ് കപ്പ് ഒരു വർഷം അതിലില്ല, അടുത്ത സെപ്റ്റംബറിൽ അടുത്ത വേൾഡ് കപ്പ് തുടങ്ങുകയാണ്. അപ്പോൾ അത് ഒരു പക്ഷേ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പക്ഷെ അതേ സമയം എന്ന് പറയുന്നത് കളിക്കുന്നത് നമ്മൾക്കൊരു ഇപ്പോൾ റെഗുലറായിട്ട് അവരിപ്പോഴും നമ്മൾ ഇന്ത്യൻ നിരയിലില്ല, കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇല്ല എന്നുള്ളതാണ്. സോ നമ്മൾ എസ്പെഷ്യലി നമ്മളിപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷനിൽ, ഇപ്പോൾ ഇംഗ്ലീഷിലെ കണ്ടീഷൻ ഇന്ത്യൻ കണ്ടീഷനിൽ വളരെ വ്യത്യാസമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് വിടുന്നുള്ളൂ. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്കയിൽ പിന്നെ അങ്ങനത്തെ രീതിയിൽ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉയരും എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ഡൊമസ്റ്റിക് എന്തായാലും കളിക്കണം എന്നപ്പോൾ കുറച്ച് മുമ്പ് തന്നെ BCCI എല്ലാവരോടും പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഡൊമസ്റ്റിക്കിൽ അവർ ഇടയ്ക്കെങ്കിലും വന്ന് തല കാണിക്കേണ്ടി വരും എന്ന് വിചാരിക്കുന്നു ഈ ഒരു സെലക്ഷൻ നിലനിർത്താൻ. പക്ഷേ അവർ ഉണ്ടാവുക എന്നുള്ളത് ഒരു ബലമാണ് മറ്റ് താരങ്ങൾക്ക് എന്നുള്ളതാണ്. പിന്നെ ഇന്നലെ ശ്രേയസും മോശമല്ലാത്ത രൂപത്തിൽ കളിച്ചിട്ട് അദ്ദേഹം റണ്ണൗട്ട് ആവുകയായിരുന്നു ഉണ്ടായത്. പിന്നെ ഗില്ലിൻ്റെ ഇന്നിങ്സ് ഗംഭീരം അല്ലേ? ഗില്ലിൻ്റെ ഇന്നിങ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ട്രീറ്റ് ടു വാച്ച്. അത് എപ്പോഴും എന്ന് പറയുന്നത് ഗില്ല് ഓൺ സോങ്. ഗില്ലിൻ്റെ ബാറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ആബ്സല്യൂട്ട് ഒരു ബ്രില്യൻസ് ആണ്. നമ്മളിപ്പോൾ ഇന്നലെ കണ്ട ചില നമ്മളെ ജോസ് ടങ്ങിൻ്റെ ബോളിൽ ചിലപ്പോൾ ഒരു ഓൺ ഡ്രൈവ്, അതേപോലെ തന്നെ സ്ക്വയറിലൊരു ഷോട്ട്, അതേപോലെ തന്നെ സ്ക്വയർ ലെഗിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് നമ്മൾ കവർ ഡ്രൈവുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഷോട്ടുകളൊക്കെ എന്താ പറയുക, ഗില്ല് ക്രീസിൽ നിൽക്കുന്ന സമയത്ത് കാണുന്ന ഷോട്ടുകൾ, എസ്പെഷ്യലി ഇങ്ങനെയുള്ള ഇന്നിങ്സ് കളിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എഡ്ജ്ബാസ്റ്റൺ ടെസ്റ്റിൽ ഇപ്പോൾ 269 സ്കോറുകൾ ആ ടെസ്റ്റിൽ നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ ഒരു ആക്ച്വലി നമ്മൾ അവിടുന്ന് അവസാനിപ്പിച്ചിടം തുടങ്ങിയ രീതിയിലാണ് കളിച്ചിട്ടുള്ളത്. ODI എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഡിസർവിങ് ആയിട്ടുള്ള ഒരു ടൺ എന്തായാലും ഡിസർവ് ചെയ്താണ്. പക്ഷേ റിട്ടയർഡ് ആട്ടെ ആ ഒരു ക്രാമ്പ് വന്നുകൊണ്ട് മാത്രം വളരെ മനോഹരമായിട്ട് അദ്ദേഹം കളിച്ചിടത്താണ് നമുക്ക് കാര്യങ്ങൾ ഒന്നുകൂടി എളുപ്പമായത്. കാരണം കോഹ്ലി 5 റൺസിന് മടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. KL രാഹുൽ 1 റൺസുമായിട്ട് മടങ്ങിപ്പോയി. അദ്ദേഹം എന്തായാലും ഫോം തിരികെ പിടിക്കുന്ന കാര്യം ഉറപ്പാണ്. ഒറ്റ കളി കൊണ്ട് നമ്മൾ അദ്ദേഹത്തെ വിലയിരുത്തേണ്ട കാര്യമില്ല. വാഷിങ്ടണും അക്സറും അതാണ് എനിക്ക് പറയാനുള്ളത്. 2 സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടേഴ്സ് ഗംഭീരമായിട്ട് കളിച്ചു. അക്സർ ആണെങ്കിലും ബൗളിങ്ങിൽ ഇന്നലെ 4 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. ബാറ്റ് കൊണ്ടും അദ്ദേഹം തിളങ്ങി. ഇതല്ലേ വേൾഡ് കപ്പിനൊക്കെ പോകുമ്പോൾ ഇന്ത്യക്ക് കൂടുതൽ കരുത്ത് പകരാൻ പോകുന്നത്? ഇങ്ങനെയുള്ള ഓൾറൗണ്ടേഴ്സിൻ്റെ പെർഫോമൻസ് അല്ലേ? ഇങ്ങനെ ഫോർമാറ്റിൽ തീർച്ചയായിട്ടും ആവശ്യമുള്ളത് ഇങ്ങനത്തെ രീതിയിലുള്ളതാണ്. നമ്മൾ ഒപ്റ്റിമൽ നമ്മൾ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള പ്ലേയേഴ്സാണ്. അപ്പോൾ അത് ബാറ്റിങ്ങിലാണെങ്കിലും ബൗളിങ്ങിലാണെങ്കിലും ഒരേപോലെ ഫീൽഡിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ അങ്ങനെ ബാലൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ടെങ്കിലാണ് ഇങ്ങനത്തെ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഒരു ടൈലൻഡ് വരെ ഒരു ടൈമിൽ ഇപ്പോൾ ഓസ്ട്രേലിയൻ്റെയൊക്കെ സ്പെഷ്യാലിറ്റി പലപ്പോഴും അതാണ്, ടൈലൻഡ് വരെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു പ്ലേയേഴ്സ്, ഇതേപോലെ തന്നെ അക്സർ പട്ടേൽ എന്നുള്ള ബാറ്റ് ചെയ്ത് നമ്മൾ കണ്ടു. നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു 50 റൺ അടിച്ചു. അതിന് പുറമെ 4 വിക്കറ്റും ചെയ്തെന്നുള്ളതാണ് തീർച്ചയായിട്ടും. അപ്പം അത് ഇന്ത്യക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും നമ്മൾ ഈ പറഞ്ഞ പോലെ ആദ്യം T20 പരാജയപ്പെട്ട് നിരാശയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പര, അതിൽ ആദ്യ മത്സരം നമ്മൾ വിജയിച്ചിട്ടുണ്ട്. ഗംഭീരമായിട്ടുള്ള വിജയം തന്നെയാണ്. 6 വിക്കറ്റിൻ്റെ വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിനായിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അടുത്ത മത്സരം വരുന്നത് സെക്കൻഡ് ODI നാളെയാണ് വരുന്നത്. നാളെ 5:30 കാർഡിഫിലാണ് കളി. സമയത്തിൽ വ്യത്യാസമുണ്ട്. കോഹ്ലിയും രോഹിത്തും ഒക്കെ അടുത്ത കളിയിൽ തിരികെ വരും. മികച്ചൊരു പ്രകടനം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഷുവർ. എക്സ്പീരിയൻസ് പ്രധാന ഘടകമാണല്ലോ. ഇപ്പോൾ കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്ക് ഇതുപോലുള്ള സിറ്റുവേഷനിൽ ഒരുപാട് കളിച്ച് പരിചയമുള്ള പ്ലേയേഴ്സാണ്. വലിയ ഇതുപോലെ പലതരത്തിലുള്ള പിച്ചുകളിൽ കളിച്ചുള്ള അനുഭവ സമ്പത്തുള്ളവരാണ്. അപ്പോൾ ഒരു കളിയിൽ നിന്ന് അതിൽ നിന്ന് മിസ്റ്റേക്കുകൾ പഠിച്ച് അടുത്ത കളിയിൽ എന്താണ് അത് തിരുത്തേണ്ടതിനെക്കുറിച്ച് നല്ല രീതിയിലേക്ക് കളിയെ കൊണ്ടുവരാൻ കഴിയുന്ന പ്ലേയേഴ്സാണ്.
തീർച്ചയായിട്ടും ഇവരൊക്കെ അടുത്ത കളിയിലേക്ക് തിരിച്ചു വരും എന്നുള്ള തന്നെ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഇംഗ്ലണ്ട് അത്ര മികച്ച ഫോമിലല്ല നിൽക്കുന്നത്. അതുകൊണ്ട് T20 പരമ്പര പോയതിന് ഏകദിന പരമ്പരയിലൂടെ നമ്മുടെ കുട്ടികൾക്ക് പകവീട്ടാൻ പറ്റട്ടെ. നാളെ കാർഡിഫിൽ വിജയിച്ച് കയറട്ടെ.